ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ 9ാം മാസത്തിലെ ലാസ്റ്റ് ചെക്കപ്പിന് പോകുന്ന ഒരു ചെറിയ വ്ലോഗ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന ഒരു 8:45 9 മണി ആ ഒരു സമയത്തിൻ്റെ ഇടയിലാണ് കേട്ടോ. അപ്പോൾ ഇത്രയും നേരത്തെ ഞാൻ പോകാറില്ല. അപ്പോൾ നേരത്തെ പോയാൽ നേരത്തെ കാണിച്ചു വരാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത്രയും നേരത്തെ പോകുന്നത്. ഷേർക്കാ കടയിൽ പോകുമ്പോൾ അങ്ങനെ ഒപ്പം കൂടിയതാണ്. അപ്പോൾ എന്നെ ഇവിടെ ആക്കിയിട്ട് കട തുറന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 9ാം മാസത്തെ 2ാമത്തെ ചെക്കപ്പാണ് കേട്ടോ ഇത്. നമ്മൾ 8ാം മാസം ലാസ്റ്റ് നമുക്ക് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് സ്കാനിങ്ങൊക്കെ കഴിഞ്ഞ് പക്ഷേ ഡോക്ടറെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടർ കുറേ ദിവസം ലീവായിരുന്നു. അപ്പോൾ പിന്നെ 9ാം മാസം തുടങ്ങിയിട്ടാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 9ാം മാസത്തിൽ 2ാമത് വരുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് കാണിച്ചാലാണ് നമുക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ ഹോസ്പിറ്റലിൻ്റെ മുന്നിലാക്കിയിട്ട് ഷേർക്കാക്ക പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എത്ര നേരം അവിടെ ഇരിക്കേണ്ടി വരികയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ഫ്രൂട്ടിയും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് താഴത്തു തന്നെ വാങ്ങിയിട്ടാണ് അങ്ങോട്ട് മേലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോഴും PV കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നത്തെ ഒരു PV ഞാൻ തീരെ പ്രതീക്ഷിച്ചതല്ല. അന്നിപ്പോൾ എൻ്റെ ഇപ്പോൾ ഒരാളുണ്ടായിരുന്നത് എന്നോട് ചോദിച്ചു എത്ര മാസമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ 9 പറഞ്ഞപ്പോൾ ഇന്ന് PV ചെയ്യുന്നുണ്ടാവില്ലേ PV ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും ഉണ്ടാവില്ല 9 തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷെ അന്ന് PV കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കാനിങ്ങിലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബേബിയുടെ വെയ്റ്റും അതുപോലെ പൊസിഷനും കാര്യങ്ങളൊക്കെ റെഡിയാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ പുക്കിൾ കൂടി ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒറ്റ ചുറ്റേ ഉള്ളൂ, അത് വലിയ കുഴപ്പമൊന്നുമില്ല, ലൂസായിട്ട് തന്നെയാണ് ചുറ്റിയിട്ടുള്ളതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ PV ചെയ്യുന്നത് പലരും ഭയങ്കര പെയിൻഫുള്ളാണെന്നൊക്കെ പറയും. പക്ഷേ അത് നമ്മൾ ചെയ്യുന്നവരനുസരിച്ചിട്ടാണ് കേട്ടോ. ചിലർ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പെയിൻ ഉണ്ടാവില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ ചെയ്യും. പക്ഷേ ചിലർ ചെയ്യുമ്പോൾ അത്യാവശ്യം പെയിൻ ഉണ്ടാവും കേട്ടോ. ഡോക്ടർ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. എനിക്ക് തുളസി ഡോക്ടർ ചെയ്യുമ്പോൾ അങ്ങനെ പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഡോക്ടർ കാണിക്കാൻ ചെന്നപ്പോഴും നമ്മളായിരുന്നു കേട്ടോ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്, വേറെ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ PV ചെയ്യുമ്പോൾ അവരൊരു മരുന്ന് തേക്കുന്നത് അത് ഭയങ്കര നീറ്റിലായിരിക്കും കേട്ടോ. അപ്പോൾ അതായിരിക്കും പലർക്കും പെയിനായി തോന്നിയിട്ടുണ്ടാവുക. പക്ഷേ അത് കഴുകി കളഞ്ഞാൽ ആ ഒരു നീറ്റിൽ മാറും ചെയ്യും. നമ്മളത് കഴുകിയിട്ടില്ലെങ്കിലാണ് അതങ്ങനെ നീറിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ കഴിഞ്ഞ PVക്കാണെന്നുണ്ടെങ്കിലും നമ്മളത് കഴിഞ്ഞപ്പോൾ വേഗം ഞാൻ ബാത്റൂം പോയപ്പോഴും അവിടെ ഫുള്ള് ക്യൂ ആയിരുന്നു. ഒറ്റ ബാത്റൂമാണ്. അപ്പോൾ ഈ ഡോക്ടറെ കാണിക്കാൻ കയറുന്നവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയിരുന്നില്ല. അത് നീറൽ കാരണം കേട്ടോ. അത് മരുന്നിൻ്റെ നീറലായിരുന്നു, അല്ലാതെ PV ചെയ്തതിൻ്റെ പെയിൻ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഡോക്ടറെയൊക്കെ കാണിച്ചു, ഡേറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാസം 30ാം തീയതിക്കാണ് കേട്ടോ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നേരത്തെ വന്നതുകൊണ്ട് തന്നെ നമ്മളൊരു 12 മണിൻ്റെ ഉള്ളിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു 11 മണിക്കൊക്കെയാണ് ഡോക്ടറെ കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇന്നെന്തായാലും നേരത്തെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മളൊരു അവിൽ മിൽക്കും കൂടി കുടിക്കുക എന്നുള്ള രീതിയിൽ പട്ടാമ്പി മൗസിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മൗസിയിൽ അവിൽ മിൽക്ക് കുറേ മുമ്പേ പെരിന്തൽമണ്ണേറ്റ് ഒരു വട്ടം കുടിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ പട്ടാമ്പി മൗസിയിലേക്ക് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ബൂസ്റ്റിൻ്റെ ഒരു അവിൽ മിൽക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കുടിച്ചു അങ്ങനെ വീട്ടിൽ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയ വിശേഷങ്ങളുള്ളത് കേട്ടോ. ഞാൻ മെൻ്റലി ഭയങ്കര വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ഡൗൺ ആകുന്ന സമയത്താണ് വീഡിയോയും കാര്യങ്ങളൊന്നും, അപ്പോൾ യൂട്യൂബും വേണ്ട വീഡിയോയും വേണ്ട അങ്ങനെ കരുതിയിട്ടാണ് അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ, എല്ലാം നല്ല രീതിയിൽ കഴിയാനും അതിലുപരി ഞാൻ മെൻ്റലി ഒന്ന് ഓക്കെ ആവാനും സ്ട്രോങ് ആവാനും ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ.